ഇടുക്കി പീരുമേട്ടിലെ ജനവാസ മേഖലയ്ക്ക് സമീപം വീണ്ടും കാട്ടാനകൾ ഇറങ്ങി. തോട്ടാപുര ഭാഗത്താണ് ഇന്ന് രാവിലെ കാട്ടാന എത്തിയത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, തിരികെ കാട്ടിലേക്ക് തുരത്തിയോ ആനയെ? അനുജയ്, കാട്ടാനകൾ കാട് കയറാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഈ പ്ലാക്കത്തടത്തെയും അതുപോലെ തന്നെ തോട്ടാപുര ഭാഗത്തെയും വലിയ ആശങ്ക എന്ന് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 1-2 മാസം മുമ്പാണ് തോട്ടാപുരയിൽ ഈ സീത എന്ന് പറയുന്ന ആദിവാസി സ്ത്രീ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആ പ്രദേശത്ത് കാട്ടാന ശല്യം ഇപ്പോൾ രൂക്ഷമാണ്. ഇന്ന് രാവിലെയാണ് 2 ആനകൾ ഈ ജനവാസ മേഖലയ്ക്ക് അടുത്തെത്തിയത്. ആളുകൾ തുരത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും ആന ഇപ്പോഴും ആ പ്രദേശത്ത് ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുന്നു. വനംവകുപ്പിന്റെ ഒരു പ്രത്യേക ഇടപെടൽ ഈ ഭാഗത്തുണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ കാട്ടാന ഇങ്ങനെ തുടരുകയാണ്. വനംവകുപ്പിനോട് ഇതിനെ തുരത്താനുള്ള ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അവർ വരും, ചെറിയ പടക്കം പൊട്ടിക്കും, തിരികെ പോവും. അതിനപ്പുറത്തേക്ക് ഇതിനെ ശാശ്വതമായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഉൾവനത്തിലേക്ക് തുരത്താനുള്ള ഒരു നടപടി ഇല്ല എന്നുള്ളതാണ് പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത്. ഇതുപോലെ തന്നെ ഈ തോട്ടാപുര ഭാഗം വിട്ടുകഴിഞ്ഞാൽ ഈ പരുന്തുംപാറ ഭാഗത്തേക്കും ഈ കാട്ടാന ശല്യം അതിരൂക്ഷമായി മാറിയിട്ടുണ്ട്. എന്തായാലും അടിയന്തര ഇടപെടൽ നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ടായില്ലെങ്കിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് നാട്ടുകാർക്കുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അനുജ, ശരി. പീരുമേട്ടിലെ ജനവാസ മേഖലയ്ക്ക് സമീപത്തേക്കാണ് വീണ്ടും കാട്ടാനകൾ ഇറങ്ങിയത്. തോട്ടാപുര ഭാഗത്താണ് ഇന്ന് രാവിലെ കാട്ടാന എത്തിയത്. തിരികെ കാട്ടിലേക്ക് കടക്കാൻ ആന കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.